പാലക്കാട് അകത്തേത്തറ പുതൂർ പഞ്ചായത്തുകളിൽ ബി.ജെ.പി. ഭരണമുറപ്പിച്ചു. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ രണ്ടിടത്തും ബി.ജെ.പി. നേടി. അതേസമയം പറളി പഞ്ചായത്തിൽ നറുക്കെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനം ബി.ജെ.പിക്ക് നഷ്ടമായെങ്കിലും വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ ലഭിച്ചു. 38 വർഷം LDF ഭരിച്ച അകത്തേത്തറ പഞ്ചായത്തിൽ ചരിത്രം കുറിച്ചുകൊണ്ടാണ് ബി.ജെ.പി. അധികാരത്തിലേക്ക് എത്തിയത്. രാവിലെ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബിന്ദു P.A. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഉച്ചയ്ക്ക് ശേഷം G. സുജിത്തും വൈസ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. അകത്തേത്തറ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബിന്ദു P.A. എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയോ മമതയോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയെയും വിശ്വാസത്തോടെയും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വളരെ നല്ല സന്തോഷം. 38 വർഷമായി CPM ഭരിച്ച അകത്തേത്തറ പഞ്ചായത്തായിരുന്നു. BJP പിടിച്ചിൽ വളരെ സന്തോഷമുണ്ട്. വികസനമാണ് നമ്മുടെ ലക്ഷ്യം. അത് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. വികസനത്തിനായിട്ടുള്ള വോട്ടാണ്. കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് അവരുടെ വികസന ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷ ഭരണത്തിന് കഴിഞ്ഞിട്ടില്ല. അവർ രാജ്യത്ത് മോദി സർക്കാർ നടപ്പാക്കുന്ന വികസന പദ്ധതികൾ, വികസന പ്രവർത്തനങ്ങൾ നേരിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അകത്തേത്തറ ഏറ്റവും മികച്ച വികസനം എത്തിയ പഞ്ചായത്തായിട്ട് അടുത്ത 5 വർഷം കൊണ്ട് മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. തീർച്ചയായും പാലക്കാട് നഗരസഭയിലെ ഒരു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഭരണം കൊണ്ടുപോയത് കൊണ്ടാണ് 2015 ആ ഭരണസമിതിയുടെ നേട്ടം 2020 ഗുണമായത്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് 2020 ഉണ്ടായത്. അതിൻ്റെ ഫലമായിട്ടാണ് 2025 മൂന്നാമത്തെ തവണയും BJPയുടെ ഭരണസമിതി പാലക്കാട് വന്നത്. അതുപോലെ തന്നെ അകത്തേത്തറ പഞ്ചായത്തിലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി യാതൊരുവിധ വിവേചനങ്ങളുമില്ലാതെ വലിയ രീതിയിൽ ഒരു വികസനത്തിൻ്റെ മുന്നേറ്റം അകത്തേത്തറയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. വനവാസി മേഖലയിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടാണ് അട്ടപ്പാടി പുതൂർ പഞ്ചായത്തിൽ BJP അധികാരത്തിലേക്ക് എത്തിയത്. പ്രസിഡന്റായി C. തങ്കവേൽ, വൈസ് പ്രസിഡന്റായി പുഷ്പ M. എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. இனி பறிக்க போகிறது BJP பறிக்குது. அதில் எந்த அளவுக்கு மாற்றம் கொண்டு வரணும்னு 100க்கு 100% വികസനത്തിൽ ജനങ്ങളോട് പരിമാറ്റത്തിൽ കാട്ടണമെന്ന് தான் നമ്മൾക്ക് മെയിൻ ആഗ്രഹം. പരിശ്രമിച്ചതിൻ്റെ പേരിലും അതിൻ്റെ അധ്വാനത്തിൻ്റെ പേരിലാണ് ഞാൻ ഈ ഒരു സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. വളരെയധികം എൻ്റെ ഹൃദയപൂർവ്വം നന്ദി ഞാൻ അറിയിക്കുന്നു. അതിനിടെ BJPക്കും LDFനും 8 മെമ്പർമാർ വീതമുള്ള പറളി പഞ്ചായത്തിൽ നറുക്കെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനം BJPക്ക് നഷ്ടമായെങ്കിലും വൈസ് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചു. അജിത് KS ആണ് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ജനം, പാലക്കാട്.